ശ്രീ കുമ്മനം രാജശേഖരൻ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കുമ്മനം, മുതിർന്ന CPM നേതാവ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള A.K. ബാലനാണ് ഇക്കാര്യം പറഞ്ഞത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാറാട് വീണ്ടും ആവർത്തിക്കുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ കാണുന്നു താങ്കൾ? ഒന്നാമതെ ബാലൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാറാട് കലാപ കേസിൽ അതിന്റെ പ്രതിസ്ഥാനത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. മാറാട് കലാപ കേസിൽ പങ്കെടുത്തിട്ടുള്ള പ്രതികൾ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ, അംഗത്വവും എന്തൊക്കെയെന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി A.K. ആന്റണി നിയമസഭയിൽ എഴുതി കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ ഏതാണ്ട് 21ഓളം പേർ പ്രതികളാണ്. മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പോ ഈ പാർട്ടികളിൽപ്പെട്ടവരുടെ എണ്ണം അദ്ദേഹം വളരെ വ്യക്തമായി ആ കൊടുത്ത മറുപടിയിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി പങ്കുള്ള ഒരു കലാപത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ UDF അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റുകാർ മാറാട് കലാപം പോലെയുള്ള കലാപങ്ങൾ നടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നടന്നിരിക്കുന്ന പല വർഗീയ കലാപങ്ങളിലും പങ്കുണ്ട് എന്നുള്ളത് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളിലുണ്ട്. അപ്പൊ അദ്ദേഹം അത് മറന്നീക്കി ഉള്ള കാര്യം തുറന്നു പറയുകയായിരിക്കണം. എന്തായിരുന്നാലും 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ വർഗീയത ഇളക്കിവിട്ട് ജനങ്ങളുടെ ഇടയിൽ മതവിദ്വേഷം ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ CPM നടത്തുന്ന ശ്രമം ഒന്നുകൂടി പരസ്യമായി അത് A.K. ബാലൻ പറയുകയാണ്. അതുകൊണ്ട് A.K. ബാലന്റെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഒരിക്കലും വിലപ്പോവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനം തിരിച്ചറിയും.